100 വാർഡിൽ ഉള്ളതിൽ 48 വാർഡുകളിലും പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു പടിയല്ല 100 പടി മുന്നിലേക്ക് പോയിട്ടുണ്ട്. അതിൽ വേറെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി 30 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ്, കാരണം ഇപ്പോൾ BJP കൂടെ ഉണ്ട്, ഇപ്പോൾ 2 പ്രതിപക്ഷമുണ്ട്. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ജോൺസൺ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നുണ്ട്. വാർഡ് മാറിയാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെ അല്ല മേയർ സ്ഥാനാർത്ഥിയായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ശബരിനാഥിനെയാണ്, KS ശബരിനാഥിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായി ലോഞ്ച്. അതിലും ഒരു കൗതുകമുണ്ട്. ഒരു സെലിബ്രിറ്റി മോഡലുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണല്ലോ ഈ KS ശബരിനാഥ്. അതിനകത്ത് ഈ ഒരു അങ്ങനെയുള്ളൊരു നേതാവാണ്, സാധാരണ ഒരു ശരാശരി രാഷ്ട്രീയക്കാരനല്ല. അങ്ങനെ KS ശബരിനാഥ് പിന്നെ ഇടക്കാല തെരഞ്ഞെടുപ്പിലും ബൈ ഇലക്ഷനിലും അരുവിക്കരയിലുണ്ടായിരുന്നു. കാർത്തികേയൻ സാറിൻ്റെ അവിടുത്തെ ബൈ ഇലക്ഷനിലും കാർത്തികേയൻ സാറിൻ്റെ മകനാണ് മുൻ സ്പീക്കർ. അദ്ദേഹം കോൺഗ്രസിൻ്റെ വലിയ നേതാവിൻ്റെ മകനാണ്. അദ്ദേഹം ബോംബെയിൽ പിന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ MBA ഒക്കെ പാസ്സായി അവിടെ CSR പ്രോജക്റ്റൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം വന്നു, അദ്ദേഹം മത്സരിച്ചു. ആദ്യത്തെ തവണ തന്നെ അരുവിക്കര ജയിച്ചു. രണ്ടാമത് MLA ആയി. പക്ഷേ പിന്നെ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ കുത്തൊഴുക്കിൽ അവിടെ സ്റ്റീഫനും നല്ല സ്ഥാനാർത്ഥിയാണ്. കട്ടാക്കട പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ നിരവധി വർഷമായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു. വലിയ ജനപിന്തുണയുള്ള ആളാണ് ഈ സ്റ്റീഫൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തോറ്റുപോയി. അതിനുശേഷം തിരുവനന്തപുരത്താണ് കൂടുതലും ശബരിനാഥ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇവിടെ വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെയാണ് വിചാരം. പക്ഷേ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ഇങ്ങ് വന്ന സാഹചര്യത്തിൽ ശബരിനാഥ് മേയർ സ്ഥാനാർത്ഥിയായി മാറിയിട്ടുണ്ട്. അദ്ദേഹം താമസിക്കുന്നത് ശാസ്തമംഗലം വാർഡിലാണ്, പക്ഷേ കവടിയാർ വാർഡിലാണ് മത്സരിക്കുന്നത്. കവടിയാർ വാർഡിൻ്റെ ഒരു പ്രത്യേകത, അവിടെ എപ്പോഴും പിന്നെ കുറച്ചുകൂടി എലൈറ്റായിട്ടുള്ള ആളുകൾ, എലൈറ്റ് മീൻസ് ഞാൻ മറ്റുള്ളവർ മോശമാണെന്നുള്ളതല്ല, സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സർക്കാർ ജോലിയിലൊക്കെ ഉയർന്ന ജോലികളിൽ പദവികളിലിരിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഒരു വാർഡാണ് കവടിയാർ വാർഡ്.